Hello friends, ഇന്ന് ഞാനിവിടെ ഇടാൻ പോകുന്ന വീഡിയോ വെബ് ഡിസൈനിൻ്റെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയലാണ്. അതായത് പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു HTMLൻ്റെ ബേസിക് കാര്യങ്ങളെക്കുറിച്ച്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ട് മനസ്സിലാക്കി വേണം ഈ ചാപ്റ്ററിലേക്ക് വരാൻ. ഇത് സിമ്പിളായിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ഫങ്ഷണാലിറ്റീസ് മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. എങ്ങനെ പുതിയ പേജുകൾ ഉണ്ടാക്കാം, ഓരോ പേജിലും കണ്ടന്റുകൾ എങ്ങനെ ആഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. പക്ഷേ ഇതൊരു അട്രാക്റ്റീവായി കാണാൻ ലുക്കുള്ളൊരു വെബ്സൈറ്റ് ആവില്ല. നല്ല അട്രാക്റ്റീവായിട്ട് നല്ല ഡിസൈൻ എല്ലാം വേണമെങ്കിൽ നമുക്ക് CSS, സ്റ്റൈലിങ്ങിനുള്ള CSS, അതുപോലെ ബൂട്ട് സ്റ്റാപ്പ്, നമ്മൾ മൊബൈലിൽ ടാബ്ലറ്റിൽ ഓരോ സ്ക്രീനിനും ഫിറ്റായി വരാനുള്ള ട്യൂട്ടോറിയൽ എല്ലാം പഠിക്കണം. ആ ട്യൂട്ടോറിയലുകളെല്ലാം ഞാൻ ഇട്ട ശേഷം നല്ല അട്രാക്റ്റീവായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ട്യൂട്ടോറിയൽ ഇടുന്നതാണ്. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള ട്യൂട്ടോറിയലാണ്. എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഫങ്ഷണാലിറ്റീസ് മാത്രം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുന്നേ ക്ലാസ്സിലൊരു ഫോൾഡർ ഉണ്ടാക്കിയിരുന്നു HTML. അതിലൊരു index.html ഉണ്ട്. നമ്മൾ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്ത ഫസ്റ്റ് ഫയലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ index.html എന്ന നെയിം കൊടുക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഒരു വെബ്സൈറ്റിൽ വേണ്ടത് മെനൂസ് ആണ്. നമുക്ക് സപ്പോസ് ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ എബൌട്ട് അസ് പേജ് ഉണ്ട്, സർവീസ് പേജ് ഉണ്ട്, കോണ്ടാക്ട് അസ് പേജ് ഉണ്ട്. ഇങ്ങനെയുള്ള പേജെല്ലാം വരുമ്പോൾ നമുക്ക് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം, ഓരോ ക്ലിക്ക് ചെയ്ത് നാവിഗേറ്റ് ചെയ്യണമല്ലോ, അതിനുള്ള കോഡ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ലിങ്ക് ആഡ് ചെയ്യാനുള്ള കോഡ് ഇതാണ്. എ ടാഗിൽ പിന്നെ href, നമ്മൾ നാവിഗേറ്റ് ചെയ്യേണ്ട പേജിൻ്റെ പേരാണ് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഹോമിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ index.html കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ടെക്സ്റ്റ് ഹോം എന്ന് കൊടുത്താൽ മെനുവിൻ്റെ നമുക്കിവിടെ റൺ ചെയ്ത് നോക്കാം. കേട്ടോ, ഹോം എന്നുള്ള ഇത് വന്നു. ഞാൻ സെയിം പേജിലേക്ക് തന്നെ കൊടുത്തിട്ടുള്ളത് ക്ലിക്ക് ചെയ്താൽ. പിന്നെ നമുക്ക് കുറച്ച് പേജസ് വേണ്ടത് എബൌട്ട് അസ്, സർവീസ്, അങ്ങനെ കുറച്ച് പേജസ് വേണം. അങ്ങനെ കൊടുക്കാൻ നോക്കാം. നമ്മൾ സെയിം കോഡ് കോപ്പി ചെയ്തു. ഒന്ന് വേണ്ടത് എബൌട്ട് അസ് ആണ്, പിന്നെ സർവീസസ്, പിന്നെ വേണ്ടത് കോണ്ടാക്ട് അസ്. അപ്പോൾ എബൌട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ about.html ഒരു പേജ് ഉണ്ടാക്കാൻ പോവുകയാണ്. സർവീസിന് വേണ്ടിയിട്ട് സർവീസസ്, കോണ്ടാക്ട്സിന് വേണ്ടിയിട്ട് contact.html. അപ്പോൾ നമ്മൾ index.html ഓൾറെഡി ഉണ്ട് ഫയൽ. about.html, services.html, contacts.html എന്നീ ഫയലുകൾ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ഇൻഡെക്സിന് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. 3 ഫയലല്ലേ വേണ്ടത്. അത് എന്നിട്ട് നമുക്ക് റീനെയിം ചെയ്യാം. ഒന്ന് about.html, അത് ഓപ്പൺ ചെയ്തു. ഡ്രീം വ്യൂവിൽ ഓപ്പൺ ചെയ്തു. അടുത്ത് വേണ്ടത് services.html, അടുത്ത് വേണ്ടത് contact.html. അപ്പോൾ നമുക്ക് index.html ഉണ്ട്, aboutus.html പേജ് ഉണ്ട്, contacts.html പേജ് ഉണ്ട്, service.html. നമുക്ക് എല്ലാത്തിലും മെനു കോമൺ ആണ്. എല്ലാ പേജിലും നമുക്ക് മെനു വേണം. അപ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ട എബൌട്ട്, ഹോം എല്ലാം ഉണ്ട്. എബൌട്ടിൽ ചെയ്യുമ്പോൾ സെയിം കണ്ടന്റ് ആണ് ഇപ്പോൾ കൊടുത്തുള്ളത്. നമുക്ക് ആദ്യം ഈ മെനു ഒന്ന് സെൻറ്റർ അലൈൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിവിഷൻ ഓപ്പൺ ചെയ്യാം. div ടാഗ്, ഒരു ഡിവിഷൻ
ആക്കി മാറ്റാനുള്ള ടാഗാണ്. അപ്പോൾ ഈ മെനു എല്ലാം ഈ ഡിവിഷൻ്റെ ഉള്ളിൽ വന്നു. ഇനി അതിന് ആ ഡിവിഷന് അലൈൻ സെൻറ്റർ, നമുക്ക് സെൻറ്ററിൽ വന്നു. അതുപോലെ മെനു കഴിഞ്ഞിട്ട് നമുക്കൊരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് HR കൊടുക്കാം. അടിയിലൊരു ഇതിന് വേണ്ടിയിട്ട് ഡിവിഷൻ ചേഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ മെനു എല്ലാ പേജിലും നമുക്ക് ആവശ്യമുണ്ട്. ബോട്ടിലാണെങ്കിലും സർവീസിലാണെങ്കിലും അവിടെ പോയിട്ട് തിരിച്ചു വരാൻ നമുക്ക് മെനു ആവശ്യമുണ്ട്. അപ്പോൾ സെയിം മെനു എല്ലാ പേജിലും കോപ്പി ചെയ്യാം. പിന്നെ നമുക്ക് ടൈറ്റിൽ മാറ്റി കൊടുക്കാം. അത് വെബ് മലയാളം കൊടുത്തിട്ടുണ്ട്. വെബ് മലയാളം സർവീസ് പേജ് ആയതുകൊണ്ട് സർവീസ്. അതുപോലെ ഒരു ടൈറ്റിൽ കൊടുക്കുക. H1 കൊടുത്ത് അലൈൻ സെൻറ്റർ കൊടുത്ത് ടൈറ്റിൽ സർവീസസ്. ഓരോ പേജിലും നമുക്കിവിടെ ടൈറ്റിൽ ബ്രൗസറിൻ്റെ മുകളിൽ വരുന്ന ടൈറ്റിൽ മാറ്റി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഓരോ പേജിനും ടൈറ്റിൽ മാറ്റി കൊടുക്കുകയാണെങ്കിൽ അത് ഗൂഗിൾ സെർച്ചിൽ പെട്ടെന്ന് വരും. അതുപോലെ കണ്ടന്റിൻ്റെ ഉള്ളിൽ ഒരു മെയിൻ ഹെഡിങ് കൊടുക്കാൻ H1 കൊടുത്തിട്ട് അബൌട്ട് അത് അലൈൻ സെൻറ്ററും കൊടുക്കാം. അത് കോണ്ടാക്ട്സ് പേജിലും H1 കൊടുത്തിട്ട് ഹെഡിങ് കൊടുക്കാം. അത് വീണ്ടും അലൈൻ സെൻറ്റർ കൊടുത്താൽ സ്ക്രീനിൻ്റെ സെൻറ്ററിലായിട്ട് വരും. റിഫ്രഷ് ചെയ്തു. ഹോമിന് നമുക്കൊരു ഹെഡിങ് കൊടുക്കാം. അലൈൻ സെൻറ്റർ നമുക്ക് ഹെഡിങ്ങിന് വെൽക്കം ടു വെബ് മലയാളം വളർന്ന് ഹോം പേജിൽ കൊടുത്തു. അപ്പോൾ നമുക്ക് നമ്മൾ ഹോം പേജിലുള്ള ടൈറ്റിൽ വെൽക്കം ടു വെബ് മലയാളം. അടുത്ത നമ്മൾ എബോട്ടസ് ക്ലിക്ക് ചെയ്യാണ്. എബോട്ടസ് ഒന്ന് ഇവിടെ കണ്ടോ, ടൈറ്റിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ സർവീസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോണ്ടാക്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എബോട്ടസ് കൊടുത്ത് നമുക്ക് എബോട്ടസ് പേജിൽ നമ്മൾ കമ്പനി സാധാരണ എല്ലാവരും കമ്പനീൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിന് നമുക്കൊരു P ടാഗ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡമ്മി ടെക്സ്റ്റ് കുറച്ച് കോപ്പി ചെയ്യാം. ഡമ്മി ടെക്സ്റ്റ് കിട്ടുന്ന ഒരു വെബ്സൈറ്റിൽ പോയിട്ട് കുറച്ച് കണ്ടന്റ് കോപ്പി ചെയ്യാം. കണ്ടന്റ് കോപ്പി ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ 2 പാരഗ്രാഫ് ആണെങ്കിൽ 2 P ടാഗ് കൊടുത്താൽ നമുക്ക് ലോഡ് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നത്. കണ്ടോ 2 പാരഗ്രാഫായി വന്നു. ഇനി ബോട്ടസിൽ ചില ആൾക്കാർ ഇമേജ് കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇനിയിപ്പോൾ 2 പാരഗ്രാഫിൻ്റെ അടിയിൽ നമുക്കൊരു ഇമേജ് കൊടുത്തു നോക്കാം. IMG സോഴ്സ് ഇമേജുള്ള IMG ടാഗാണ്. എന്നിട്ട് നമുക്ക് ഇമേജുള്ള ഫോൾഡറിൽ പോവുക. നമ്മളൊരു മോഹൻലാലിൻ്റെ ഫോട്ടോ കഴിഞ്ഞ അധ്യായത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് കൂടുതലായതുകൊണ്ട് നമുക്ക് വിഡ്ത്ത് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിഡ്ത്ത് കൊടുക്കാം. കണ്ടോ എബോട്ടസ് പേജ് കഴിഞ്ഞു. ഇത് ഞാൻ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ബിഗിനേഴ്സിനായതുകൊണ്ട് അത്ര വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ കൊടുക്കുന്നില്ല. എങ്ങനെ ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്യാം എന്നുള്ള ട്യൂട്ടോറിയൽ മാത്രമേ ഞാൻ നൽകുന്നുള്ളൂ.
ഇനി അടുത്ത പേജുള്ളത് സർവീസസ് ആണ്. നമ്മൾ സർവീസ് കൊടുക്കാൻ നമുക്ക് എങ്ങനെ ലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ലിസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ LI ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. LI ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ലിസ്റ്റ് പല ടൈപ്പ് ഉണ്ട്. ഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്. നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റിൽ എങ്ങനെ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം. അൺഓർഡേർഡ് ലിസ്റ്റിന്റെ യു ടാഗ് ഫസ്റ്റ് ആഡ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര കണ്ടന്റ് വേണമെങ്കിൽ LI ലിസ്റ്റ്. സർവീസസ് നമുക്ക് നമ്മളെ കമ്പനിക്ക് എന്തൊക്കെയുള്ള സർവീസസ് കൊടുക്കാം. വെബ് ഡിസൈൻ എന്ന് കൊടുത്ത് നമുക്കൊരു 3 സർവീസ് എത്രയുള്ള എങ്ങനെ സർവീസ് ലിസ്റ്റ് ചെയ്യുന്നത് കൊടുക്കാം. വെബ് ഡിസൈൻ, ഗ്രാഫിക്സ് ഡിസൈൻ, SEO എന്ന് കൊടുത്തു. നമുക്ക് എങ്ങനെ അത് സ്ക്രീനിൽ വരുന്നു നോക്കാം. സർവീസ് ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഇവിടെ ഡോട്ട് ഒന്ന് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന. അടുത്ത് ഞാൻ കോണ്ടാക്ട്സ് പേജ്. കോണ്ടാക്ട്സ് പേജിൽ സാധാരണയായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ആഡ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ആഡ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനാദ്യം നമ്മൾ ഗൂഗിൾ മാപ്സിന്റെ വെബ്സൈറ്റ് പോവുക. പിന്നെ നമ്മുടെ കമ്പനിയുടെ ലൊക്കേഷൻ എവിടെയെന്ന് സെർച്ച് ചെയ്യുക. സപ്പോസ് ഞാൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്ത് ട്രിവാൻഡ്രം അപ്പിയർ ആയി. നമുക്ക് ഇഷ്ടപ്പെട്ട പോയിന്റ് ഇതിൽ സെലക്ട് ചെയ്യാം. നമ്മളെ സ്ഥലം എവിടെയാണെങ്കിൽ അത് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എംബഡ് മാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ. അത് എംബഡ് മാപ്പാണെങ്കിൽ ഇതേപോലെ നമുക്ക് വെബ്സൈറ്റിൽ കോപ്പി ചെയ്യാൻ പറ്റും. കോപ്പി HTML കൊടുക്കുക. ഇത് നമ്മൾ കോണ്ടാക്ട്സ് പേജിലാണ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്ത് ഇത് നമ്മൾക്ക് ഗൂഗിൾ മാപ്പ് വരെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മളെ വെബ്സൈറ്റിൽ അവർ മാപ്പ് എങ്ങനെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കോണ്ടാക്ട്സ് പേജ് കണ്ടോ, ഗൂഗിൾ മാപ്പ് വന്നു. ഇനിയിപ്പോൾ അത് ഫുൾ വിഡ്ത്ത് ആക്കണമെങ്കിൽ ഇതിൽ വിഡ്ത്ത് ഉണ്ട്, അതൊരു 100% കൊടുത്താൽ മതി. ഹൈറ്റ് മാറ്റി കൊടുക്കാം. ഹൈറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. കണ്ടോ, നമ്മൾ കോണ്ടാക്ട്സ് പേജിൽ ഗൂഗിൾ മാപ്പ് വന്നു. അത് കൂട്ടുകാരെ, ഇതാണ് വെബ് ഡിസൈനിന്റെ ബേസിക് കാര്യങ്ങൾ. എങ്ങനെ പുതിയ പേജുകൾ ഉണ്ടാക്കാം, ഓരോ കണ്ടന്റ് ആഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, സ്റ്റൈൽ, നല്ല കളർഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ആക്കാനുള്ള സ്റ്റൈല് CS കൊടുക്കണം. നമുക്ക് അതിന് CS പഠിക്കണം. പിന്നെ റെസ്പോൺസീവ്, ഓരോ ഡിവൈസിലും സ്ക്രീനിൽ ഫിറ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് പഠിക്കണം. അപ്പോൾ അതെല്ലാം ഞാൻ ഇനിയുള്ള ഓരോ ക്ലാസ്സിലും ഇടും. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല കളർഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ മറുപടി നൽകാം.